ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ബിരിയാണിക്ക് മന്തിക്കല് പറ്റിയ ഒരു സ്വീറ്റായിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഒന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മാങ്ങ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് വെക്കണം നിർബന്ധമൊന്നുമില്ല, അരമണിക്കൂർ വെച്ചാലും മതി. ഇതൊന്നും കൂടി നല്ലോണം പിടിച്ച് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊന്ന് മാറ്റിയേക്കുക. പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞാൻ അച്ചാറിടാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു പാത്രം എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം ഇതിൽ ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് അതിനൊന്ന് മാറ്റിയേക്കുക. പിന്നെ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ആയാലും മതി. ആ ഓയിൽ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ വെളുത്തുള്ളി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം നമ്മൾ ഈ മാങ്ങൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി 1 മിനിറ്റ് വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച് ഈ പൊടിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തരിതരിയായിട്ട് പൊടിക്കണം, തീരെ പൗഡറാക്കി പൊടിക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഈത്തപ്പഴം കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനത് വീഡിയോയിൽ കിട്ടിയിട്ട. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആയിട്ടുണ്ടെന്ന് വിചാരിച്ച ക്യാമറ ഓഫായപ്പോൾ അത് അറിഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നല്ലൊരു എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു